വിഷ്ണു, ഒരു വ്യാജ വാർത്ത ഇങ്ങനെ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ. അതായത് നമ്മുടെ പ്രിയദർശിനിയും പിങ്ക് ബസ്സൊക്കെ അങ്ങോട്ട് ഹിറ്റ് അടിച്ച് വരുമ്പോൾ ചില സോഷ്യൽ മീഡിയകളിലൊക്കെ പ്രചരിച്ചു. എന്താ, നമ്മുടെ പിണറായി സർക്കാർ പ്രഖ്യാപിച്ച പിണറായി സർക്കാരിൻ്റെ കാലത്ത് അവർ പ്രഖ്യാപിച്ച ക്യാൻസർ രോഗികൾക്കുള്ള സൗജന്യ യാത്രയ്ക്ക് മുടക്കം വന്നു. അതായത് ആ ഒരു പദ്ധതി അവസാനിപ്പിച്ചു എന്ന രീതിയിൽ ഒരു വ്യാജ വാർത്ത വരികയാണ്. അപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകളും മറ്റുമൊക്കെ നടന്നു. ഇപ്പോൾ KSRTC തന്നെ അതിനൊരു വിശദീകരണമായി വന്നിട്ടുണ്ട് അല്ലേ? അതെ, അത്തരമൊരു നിലപാട്, ആ വാർത്ത തെറ്റാണെന്ന് ഇപ്പോൾ KSRTC തന്നെ നേരിട്ട് വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എങ്ങനെയാണ് അല്ലേ, ഒരു ക്യാൻസർ രോഗികളാണ്, ക്യാൻസർ രോഗികൾക്കുള്ള സൗജന്യ യാത്ര അവസാനിച്ചു, അല്ലെങ്കിൽ ഈ ഗവൺമെൻറ്റിനെതിരെ, ഇപ്പോൾ VD സതീശൻ ഗവൺമെൻറ് ഇവിടെ അധികാരത്തിൽ കയറിയിട്ടുള്ളൂ, ഈ ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും വ്യാജ പ്രചാരണങ്ങൾ നടത്തണം, അല്ലെങ്കിൽ കരിവാരി തേക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി, അത്രയും കരിവാരി തേക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി മനഃപൂർവ്വം കുറെ പേര് ഡീഗ്രേഡ് ചെയ്യുന്നതാണ്. കുറെ ഫേക്ക് പോസ്റ്റുകൾ ഉണ്ടാക്കി ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ക്യാൻസർ രോഗികളെയും സിമ്പതി പിടിച്ചു പറ്റുക, അതായത് എന്ത് ദുഷ്ടരാണിവർ. അതെ, ക്യാൻസർ രോഗികളെയും ഈ സർക്കാർ അവഗണിക്കുന്നു, സ്ത്രീകളെ അവഗണിക്കുന്നു, അല്ലെങ്കിൽ എല്ലാവരെയും ഈ സർക്കാർ അവഗണിക്കുന്നു, പെൻഷൻ കൊടുക്കുന്നില്ല, ഇപ്പൊ കഴിഞ്ഞ ദിവസം അടുത്ത ദിവസം പെൻഷൻ കൊടുക്കുന്നു. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരെയും ഈ സർക്കാർ അവഗണിക്കുന്നു എന്നുള്ളൊരു കുപ്രചാരണം കൊണ്ടുവരാനാണ് ഇവിടെ കുറേ ആളുകൾ ശ്രമിക്കുന്നത്. അപ്പോൾ അത് ഇന്ന് KSRTC തന്നെ പൊളിച്ച് കൈ കൊടുത്തിട്ടുണ്ട്. KSRTC തന്നെ മുമ്പിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അത് വ്യാജമായ ഒരു പ്രതികരണമാണ് അങ്ങനെ ഉണ്ടായിട്ടുള്ളത്, അല്ലാതെ ക്യാൻസർ രോഗികൾക്കായി ഇവിടെ ആരെയും മാറ്റി നിർത്തിയിട്ടില്ല എന്നുള്ളത് KSRTC തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ, അതായത് KSRTC ഇപ്പോൾ മുന്നോട്ട് വന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു യാത്ര ഞങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു പദ്ധതി നമ്മൾ എടുത്തു കളഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ചിട്ടില്ല, അത് ഞങ്ങൾ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷനുമായി ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു കാർഡ് പുതുക്കാൻ കുറച്ച് ഡിലേ ആകുന്നു. പക്ഷേ എങ്കിലും അവർക്ക് ആ യാത്ര നിഷേധിച്ചിട്ടില്ല. പഴയ കാർഡ് ഉപയോഗിച്ചിട്ട് അവർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. കൂടാതെ ആ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഉടനെ തന്നെ അത് പൂർത്തിയാകും. ശേഷം അവർക്ക് പുതിയ കാർഡുകൾ ലഭിക്കുകയും പുതിയ കാർഡുകളിൽ യാത്ര ചെയ്യാം. പഴയ കാർഡുള്ളവർക്ക് അത് പുതുക്കുന്നത് വരെ പഴയ കാർഡുകളിൽ യാത്ര ചെയ്യാനും സാധിക്കും. ഇതാണിപ്പോൾ KSRTC ഇതിന് വിശദീകരണവുമായി മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാർത്ത വഴി ഇപ്പോൾ എല്ലാവരും ഇതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞു അല്ലേ? ഉറപ്പായിട്ടും. അതിപ്പോൾ നമുക്കത് മാത്രമല്ല, ഇപ്പോൾ ഈ അപ്ഡേഷൻ്റെ കാര്യം മാത്രമല്ല, ചില ഒറ്റപ്പെട്ട സംഭവങ്ങളും ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിനെ മുഴുവനായിട്ട് നമുക്ക് ഒരിക്കലും പ്രശ്നമാണെന്ന് പറയാനും പറ്റില്ല. ഇപ്പോൾ ചില കണ്ടക്ടർമാർക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ആനുകൂല്യത്തെക്കുറിച്ച്, ഈ ക്യാൻസർ രോഗികളുടെ ആനുകൂല്യത്തെക്കുറിച്ച് ചിലപ്പോൾ അറിയണമെന്നില്ല. ഇപ്പോൾ പുതിയതായിട്ട് കയറുന്ന ആളുകളുണ്ട്, അവർക്കൊന്നും ഇത് അറിയണമെന്നില്ല. അപ്പോൾ അത്തരം ആളുകളിൽ നിന്ന് വരുന്ന മോശമായ ചിലപ്പോൾ പ്രവർത്തനങ്ങൾ, അല്ലെങ്കിൽ പരാതികളോ പെരുമാറ്റങ്ങളോ ഉണ്ടാവാം. അതിനെയൊക്കെ ഈ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ ഒരു മുഖമാണ് എന്നെന്ന് പറഞ്ഞ് എങ്ങനെയാണ് നമുക്ക് അവിടെ അവതരിപ്പിക്കാൻ സാധിക്കുന്നത്? ഇത്തരം കുപ്രചാരണങ്ങൾ നടത്തുന്നവർ എന്ത് അജണ്ടയാണ് അവർ ഇവിടെ സ്ഥാപിക്കാൻ നോക്കുന്നത്? പ്രധാനമായും വിഷ്ണു, ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇത് സോഷ്യൽ മീഡിയയിലൂടെയാണ് പ്രചരിക്കുന്നത്. ഒരു പ്രധാന മുൻനിര മാധ്യമങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പ്രൊഫഷണൽ മാധ്യമ പ്രവർത്തകരോ അങ്ങനെ ആരുമല്ല ഇതിൽ പ്രചരിപ്പിക്കുന്നത്. ഇത് ഓരോ വ്യക്തികളുടെ പേഴ്സണൽ എന്തെങ്കിലും വൈരാഗ്യമോ, അല്ലെങ്കിൽ ഭരണപക്ഷത്തെ കരിവാരിത്തേക്കാനുള്ള ഒരു അജണ്ടയോ മറ്റോ ആയിരിക്കാം. കാരണം യാതൊരു തെളിവുമില്ല ഇപ്പോൾ ഇതിന്. കാരണം ആരാണ് അടിച്ചിറക്കുന്നത്? അത് പരിശോധിക്കാൻ പോയ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ നമുക്ക് പരിശോധിക്കാൻ. വ്യാജ വാർത്തകൾ ദിനം പ്രതി ഓരോരുത്തരും അടിച്ചിറക്കുകയായിരിക്കും. പ്രധാനമായിട്ടും ഇപ്പോൾ ജേർണലിസത്തിൽ ഈ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് മാജിക് ബുള്ളറ്റ് തിയറി എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം. അതെന്താന്ന് വെച്ചാൽ, ഒരു സന്ദേശം ഒരു പ്രേക്ഷകന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്നത്, അത് ഒരു മുൻധാരണകളും കൂടാതെ അവൻ അതിനെ വിമർശിക്കാതെ അതിനെ നേരിട്ട് സ്വീകരിക്കുന്നു എന്നതാണ് മാജിക് ബുള്ളറ്റ് തിയറി പറയുന്നത്. ഇതുപോലെ തന്നെ അപ്പോൾ ഒരു സന്ദേശം ഇപ്പോഴും അത് എല്ലാ കാലത്തും നമുക്ക് പ്രസക്തമാണ്, എല്ലാ കാലങ്ങളിലും ഇത് പ്രസക്തമായ ഒരു കാര്യമാണ്. നേരിട്ട് അവൻ സ്വീകരിക്കുകയാണ് അവിടെ. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെ. ഒരു വാട്സപ്പ് സന്ദേശമായാലും, അല്ലെങ്കിൽ പല അറിവുകളും ആളുകൾ വരുമ്പോൾ അതിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനെ അങ്ങനെ ചോദ്യം ചെയ്യാൻ അവിടെ ആരും ശ്രമിക്കുന്നില്ല. വരുന്നത് അതുപോലെ വിശ്വസിക്കുന്നു, അതിനനുസരിച്ച് പെരുമാറുന്നു. ഇതാണ്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ഇത്തരം നിലപാടുകൾ, അല്ലെങ്കിൽ ഇത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാകുന്നത് നമുക്കൊരിക്കലും കുറ്റം പറയാനും പറ്റില്ല. ആളുകളെല്ലാം വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇതിനെ മുതലെടുക്കുന്ന കുറേ ആളുകളുണ്ട്. അതാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നം.
പ്രത്യേകിച്ച് ചിലപ്പോൾ പത്രം വായന കുറവുള്ള അല്ലെങ്കിൽ മാധ്യമ ചാനലുകളൊക്കെ കാണാൻ സാധ്യത കുറവുള്ളവരിലേക്ക് ഇതെത്തുമ്പോൾ അത് പെട്ടെന്ന് അവരെ ആക്സെപ്റ്റ് ചെയ്യും. എല്ലാവരും ഇപ്പോൾ ഈ ഒരു ന്യൂസ് ചാനലുകളോ പത്രങ്ങളോ ഫോളോ ചെയ്തു കൊള്ളണം എന്നില്ല. ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളാണ് കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുവഴി ഇത്തരം വാർത്തകൾ പ്രചരിക്കുമ്പോൾ അത് പെട്ടെന്ന് എല്ലാവരിലും എത്താനും സാധ്യത കൂടുതലാണ്, അവർ വിശ്വസിക്കുവാനും കൂടുതലാണ്. കാരണം കുറച്ച് വയസ്സുള്ളവരൊക്കെ പെട്ടെന്ന് ഇത് നോക്കുന്നു, അയ്യോ എന്ത് കഷ്ടമാണ്, എന്ത് ദുഷ്ടരാണ് ഈ ഭരണപക്ഷം, പാവപ്പെട്ട ക്യാൻസർ രോഗികളുടെ യാത്ര അല്ലെങ്കിൽ യാത്രാ ചിലവ് അവർ വഹിക്കുന്നില്ല, അവഗണിക്കുന്നു, അല്ലെങ്കിൽ അവരെ തള്ളിപ്പറയുന്നു ഗവൺമെന്റ്, എന്തോരം സ്ത്രീകൾക്ക് ഫ്രീ യാത്ര കൊടുക്കുന്നു, എന്നിട്ട് ഈ ക്യാൻസർ രോഗികളെ ഇവർക്ക് കണ്ണിൽ കാണുന്നില്ലേ എന്നുള്ള അങ്ങനെയുള്ള ഒരുപാട് പ്രചാരണങ്ങൾ ഈ പ്രതിപക്ഷം അടിച്ചിറക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ടീം ഇറക്കുന്നുണ്ട്, ഒരു സൈബർ ടീം ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈ ഭരണപക്ഷത്തെ അടിച്ചമർത്താനും അവരുടെ വിമർശനങ്ങളെ അല്ലെങ്കിൽ അവർക്ക് നേരെ വിമർശനങ്ങൾ ഉന്നയിക്കാനും അങ്ങനെ ഒരുപാട് ആളുകൾ ഇപ്പോഴും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എത്രയും വേഗം ഈ ഗവൺമെന്റിനെ ചവിട്ടി പുറത്താക്കുക, അല്ലെങ്കിൽ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക, അവർക്കെതിരെ ഒരു അവമതിപ്പ് സൃഷ്ടിക്കുക. അതെ, അതെന്താണെന്ന് വെച്ചാൽ, കാരണം ഇപ്പോൾ തന്നെ നമ്മൾ KSRTC എന്ന് പറയുമ്പോൾ, ഇപ്പോൾ KSRTCയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വിഷയം വരുന്നത്. KSRTCയിൽ ഇതുവരെ ഒരു ഗവൺമെൻറ്റും, കേരളത്തിലെ ഒരു ഗവൺമെൻറ്റും എടുക്കാത്തൊരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ അത്തരം ഒരു ആശയമാണ് ഇവിടെ 2026 VD സതീശൻ സർക്കാർ എടുത്തിരിക്കുന്നത്. കല്ലുകടിയുണ്ട്. അതെ, പലർക്കും ഉണ്ട് ആ വിഷയത്തിൽ, ഒരുപാട് പേർക്ക് കല്ലുകടിയുണ്ട്. അപ്പം അത്തരമൊരു നിലപാടാണ് ഇവിടെ VD സതീശൻ സർക്കാർ എടുത്തിരിക്കുന്നത്. എന്താണ്? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അപ്പോൾ അതുപോലെ അത്തരം ഒരു KSRTCയെ അല്ലെങ്കിൽ അത്തരം നിലപാടെടുക്കുന്ന ആ ഒരു ഭരണകൂടത്തെ നശിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിനെ താഴെ ഇറക്കാൻ വേണ്ടി ആരോപണങ്ങൾ ഉന്നയിച്ചും, അല്ലെങ്കിൽ അഴിമതിയാണ് സർക്കാർ കാണിക്കുന്നത്, അല്ലെങ്കിൽ ക്യാൻസർ രോഗികളെ അവരെ അപമാനിക്കുന്നു, അവരെ അവഗണിക്കുന്നു എന്നുള്ള ഒരു കുപ്രചാരണം നിലനിർത്തിക്കൊണ്ട് എല്ലാവരിലേക്കും എത്തിച്ച് സർക്കാരിനെയും ജനങ്ങളെയും വേർതിരിപ്പിക്കുക, അല്ലെങ്കിൽ അടിയുണ്ടാക്കുക, അവിടെ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കുക എന്നൊക്കെ പറയില്ലേ, അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊരിക്കലും നടക്കില്ല. അതിന് കൃത്യമായ നിലപാട് ഇവിടെ KSRTC തന്നെ വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പറയുമ്പോൾ വിഷ്ണു, ഈ ഒരു സൗജന്യ യാത്ര പ്രഖ്യാപിച്ച സമയത്ത് പലരും സോഷ്യൽ മീഡിയയിലൊക്കെ കമൻറ്റുകൾ കാണാം. നഷ്ടത്തിലായ KSRTC ഒന്ന് ലാഭത്തിലാക്കിയത് നമ്മുടെ ഇടത് സർക്കാർ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അതിനെ വീണ്ടും നഷ്ടത്തിലാക്കാൻ മുന്നിട്ടിറങ്ങുകയാണോ എന്നൊക്കെ ചോദിക്കുകയുണ്ടായി. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു ഇടത് സർക്കാരിന്റെ KSRTC വാങ്ങിയ പർച്ചേസിങ്ങിലുള്ള അഴിമതിയൊക്കെ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടെ ചർച്ച ചെയ്ത വിഷയമാണ് ഈ K-Swiftമായി ബന്ധപ്പെട്ടുള്ള അഴിമതികളെല്ലാം നമ്മൾ കാണുന്നതാണ്. അത്തരം അതും ജീവന്റെ ഇതാണോ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ഒരാളുടെ ജീവന്റെ അപഹാരമാണ്, അല്ലെങ്കിൽ അതിന് പോലും വില കൽപ്പിക്കാതെയുള്ള പ്രവർത്തനങ്ങളാണ് ആ ബസ്സിൽ. അതിൻ്റെ ചേസ് പൊട്ടുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള പരിപാടിയല്ലല്ലോ. അത് അത്രയും ജീവന് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വിഷയങ്ങളാണ്. അപ്പം അത്തരമുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇത്തരം കുപ്രചാരണങ്ങൾ വരുമ്പോൾ നമുക്ക് അതൊക്കെ തന്നെ പറയാനുള്ളൂ. നിങ്ങൾ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ഓർത്തു നോക്കണം, എന്നിട്ട് നിങ്ങൾ പുതിയ കാലത്തെ വിമർശിക്കാൻ വരൂ എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും ഈ KSRTCയിൽ ക്യാൻസർ രോഗികളെ അവർ അവഗണിക്കുന്നില്ല, അവർക്ക് സൗജന്യ യാത്രയായി തുടർന്നു പോകുന്നുണ്ട്. ഉറപ്പായിട്ടും ക്യാൻസർ രോഗികളെ എന്നല്ല, ഒരു സാധാരണക്കാരെയും ഒരാളെയും ഈ ഒരു സർക്കാർ വിമർശിക്കില്ല, ഈ ഒരു സർക്കാർ അവഗണിക്കില്ല. അവരെല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സർക്കാരാണ് UDF ഗവൺമെൻറ് പുതിയതായിട്ട് ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്.